കർണാടകയിലെ കോൺഗ്രസിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ്. ഡി കെ ശിവകുമാർ തന്നെയാണ് ഇത്തവണയും കോൺഗ്രസിലെ പ്രശ്നക്കാരൻ, കടുംപിടുത്തക്കാരൻ. നേരത്തെ നമുക്കറിയാം സിദ്ധരാമയ്യയാണ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി കർണാടകയിൽ. അതേസമയം ഈ മുഖ്യമന്ത്രി സ്ഥാനം തനിക്ക് വേണം എന്ന് ഡി കെ ശിവകുമാർ വാശി പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ചത് ഡി കെ ശിവകുമാറിന്റെ പ്രവർത്തനവും നിശ്ചയദാർഢ്യമാണ് എന്ന് അവിടെയുള്ള സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലും അറിയാം, ഹൈക്കമാൻഡിനും അറിയാം. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം വന്നപ്പോൾ മാത്രം സിദ്ധരാമയ്യയെ അവർ അവിടെ തിരഞ്ഞെടുക്കുകയായിരുന്നു, ഡി കെ ശിവകുമാറിനെ തഴയുകയായിരുന്നു. എന്നാൽ ഡി കെ ശിവകുമാർ ഉപമുഖ്യമന്ത്രി സ്ഥാനം വെച്ച് തൃപ്തിപ്പെടാൻ തയ്യാറായി. അതേസമയം 2.5 വർഷത്തിന് ശേഷം തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനുശേഷം ബി ജെ പിയിലേക്ക് അദ്ദേഹം പോകുമോ എന്നുള്ള ചർച്ചകൾ സജീവമായി തുടർന്നു. ബി ജെ പിയിലേക്ക് അദ്ദേഹം പോവില്ല, ഞാനൊരു കോൺഗ്രസ്സുകാരനാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ ശിവരാത്രി അദ്ദേഹം കോയമ്പത്തൂരുള്ള സദ്ഗുരുവിന്റെ ഈശ ആശ്രമത്തിലെത്തുകയും അമിത്ഷായോടൊപ്പം വേദി പങ്കിടുകയും ചെയ്തതോടുകൂടി ഈ ചർച്ചകൾ വീണ്ടും സജീവമായി. ഈ ചർച്ചകൾ സജീവമാകുന്നതിനിടയിൽ അദ്ദേഹം വീണ്ടും അതേ പ്രസ്താവന തന്നെ ആവർത്തിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനും സാധിച്ചത്. എന്നാൽ ഇപ്പോൾ വലിയൊരു പ്രശ്നം വീണ്ടും ഇപ്പോൾ കർണാടക കോൺഗ്രസിൽ ഉടലെടുത്തിരിക്കുകയാണ്. കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം, അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് കൂടിയാണ്, ഈ സ്ഥാനം ഒഴിയാൻ തയ്യാറല്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഞാൻ മുഖ്യമന്ത്രിയാകുന്നത് വരെ ഈ സ്ഥാനം ഞാൻ ഒഴിയില്ല എന്ന്. അതായത് പാർട്ടിക്കുള്ളിൽ വീണ്ടും ആഭ്യന്തര സംഘർഷം ഉടലെടുത്തിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സ്ഥാനം രാജിവെക്കാൻ അദ്ദേഹം വിസമ്മതിച്ചിരിക്കുകയാണ്. ഇതോടൊപ്പം കർണാടക കോൺഗ്രസിലും ആഭ്യന്തര യുദ്ധം വർദ്ധിച്ചു വരികയാണ്. പോരാത്തതിന് ഡൽഹി പാർട്ടി ഹൈക്കമാൻഡ് ഇപ്പോൾ ഈ തീരുമാനത്തിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. 2 ദിവസത്തെ ഡൽഹി സന്ദർശനത്തിന് ശേഷം ഡി കെ ശിവകുമാർ ബംഗളൂരുവിൽ തിരിച്ചെത്തി. മുഖ്യമന്ത്രി ആകുന്നതുവരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിക്കുന്നതുവരെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ഞാൻ ഒഴിയില്ല എന്നും അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഹൈക്കമാൻഡിനോടും അദ്ദേഹം ഭീഷണി സ്വരത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് കെ ശിവകുമാറിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെടുന്ന ഹൈക്കമാൻഡ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും അദ്ദേഹത്തിന്റെ മന്ത്രിസഭാ വിശ്വസ്തരെയും വരാനിരിക്കുന്ന ജില്ലാ, താലൂക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് സംസ്ഥാന പ്രസിഡന്റിന്റെ മാറ്റം ഉണ്ടാകില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കെ പി സി സി പ്രസിഡന്റായി തുടരാനുള്ള ശിവകുമാറിന്റെ തീരുമാനം മുഖ്യമന്ത്രിയായി ആകാനുള്ള അദ്ദേഹത്തിന്റെ അഭിലാഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു സുപ്രധാന പോയിന്റ്. പാർട്ടിയിൽ തന്റെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനാണ് ഈ നടപടി. അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞാൽ പാർട്ടിയിലുള്ള ഡി കെയുടെ സ്വാധീനം നഷ്ടപ്പെട്ടേക്കാമെന്നാണ് ഡി കെ അനുകൂലികളടക്കം കരുതുന്നത്. ഒരു വ്യക്തി ഒരു സംസ്ഥാനം എന്ന തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് സിദ്ധരാമയ്യയുമായി അടുപ്പുള്ള ഒരു കൂട്ടം മന്ത്രിമാർ ശിവകുമാറിനെ പുറത്താക്കാനുള്ള പ്രചാരണം നടത്തിയത്. എന്നിരുന്നാലും ഒരു രാഷ്ട്രീയ വിവാദത്തെ തുടർന്ന് പ്രചാരണം പാളിപ്പോയി. കോർപ്പറേഷൻ മന്ത്രി കെ എൻ രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ പ്രചാരണം താൽക്കാലികമായി നിർത്തിവെച്ചു. ആരോപിക്കപ്പെടുന്ന ഹണി ട്രാപ്പ് കേസിൽ തനിക്ക് പങ്കുണ്ടെന്ന് രാജണ്ണ സമ്മതിച്ചു. ആന്തരിക എതിർപ്പുകൾ ഉണ്ടായിട്ടും നേതൃപാടവം നേടിയെടുക്കണമെന്ന് ഡി കെ ശിവകുമാർ വ്യക്തമാക്കി. കെ പി സി സി സ്ഥാനം ഒരു കടയിലും കിട്ടുന്നതല്ല, മാധ്യമങ്ങളോട് സംസാരിച്ചാലും കിട്ടുന്നതല്ല, അത് ഞാൻ വിടില്ല എന്നും ഡി കെ ശിവകുമാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ കർണാടകയിൽ ഇങ്ങനെ ആഭ്യന്തര സംഘർഷം ഉടലെടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഡി കെ കോൺഗ്രസുമായി പിണങ്ങുമോ, അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുമോ എന്ന 3ാം തവണയും ഇപ്പോൾ മാധ്യമങ്ങൾ ചർച്ച കൊഴുപ്പിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.